In this class, we are discussing about heat capacity. You all heard the word heat capacity and studied in your +2 classes. What is heat capacity? Heat capacity is defined as the quantity of heat required to raise the temperature of the system by 1 degree. Simply, we can say that it is the heat required to change the or raise the temperature of the system by 1 degree. എന്ത് പറയാം, ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് എന്ത് പറയാം, ഹീറ്റ് കപ്പാസിറ്റി. സിംപ്ലി പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡിഫൈൻ ചെയ്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ വെറുതെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് പറയാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓർ സ്പെസിഫിക് ഹീറ്റ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1 gram ആണെങ്കിൽ, 1 gram ഓഫ് എ സോളിഡ് ഓർ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ ആവശ്യമായ ടെമ്പറേച്ചർ എന്ത് പറയാം, ഹീറ്റ് എന്ത് പറയാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓർ സിംപ്ലി സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. അതായത് യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ്. ഇനിയല്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി, quantity of heat required to raise the temperature of 1 mole of the substance by 1 degree. എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഡിഫൈൻ ചെയ്യാം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് the quantity of heat required to raise the temperature of 1 mole of the system by 1 degree. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിലോ, quantity of heat required to raise the temperature of 1 gram of a system by 1 degree. ഇനി നിങ്ങൾ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എഴുതുകയാണെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇഫ് ക്യൂ റെപ്രസെൻറ്റ്, സ്മോൾ ലെറ്റർ ക്യൂ എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹീറ്റ് ചേഞ്ച് അല്ലേ. ക്യൂ റെപ്രസെൻറ്റ്സ് ദ ഹീറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഫ്രം T1 to T2. ദെൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ രണ്ട് ടെമ്പറേച്ചർ, ഇൻ ബിറ്റ്വീൻ 2 ടെമ്പറേച്ചർ ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ T2 മൈനസ് T1. T2 മൈനസ് T1, ആ ഡെൽറ്റ ടി ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റാണ് എന്ത്, ക്യൂ. ഇനി 1 ഡിഗ്രി റേസ് ചെയ്യാൻ 1 ഡിഗ്രി റേസ് ചെയ്യാനുള്ള ഹീറ്റ് എന്തായിരിക്കും, ക്യൂ ബൈ T2 മൈനസ് T1 ആയിരിക്കും. അപ്പം മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ T2 മൈനസ് T1. ആ ടെമ്പറേച്ചർ ലിമിറ്റ് മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ലിമിറ്റ് അല്ല, ആ T2 T1 മാറുന്നതനുസരിച്ച് ഈ ഹീറ്റും മാറും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്പെസിഫിക് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ എഴുതാൻ കാരണം എന്താണ്, ഇപ്പം നമ്മൾ 92 ഡിഗ്രിയിൽ നിന്ന് 94 ഡിഗ്രി ആക്കാൻ വേണ്ട ഹീറ്റ് ആയിരിക്കില്ല 60 62 ആക്കാൻ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതുന്നത്. ഡി ക്യൂ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ആണ്. ഡി ടി എന്ന് പറഞ്ഞാൽ ദ കോൺസിക്വൻറ്റ് വെരി സ്മോൾ റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. നമ്മൾ എല്ലാം ഇതുവരെ പറഞ്ഞൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലേ. കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ള 2 കോമൺ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മിക്കവാറും തെർമോഡൈനാമിക്സ് എല്ലാ ഡെറിവേഷൻസ് നമ്മൾ ചെയ്യും. അങ്ങനെ അതേപോലെ നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയവും മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നോക്കാം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ക്യൂ ബൈ ഡി ടി. നമുക്ക്
ഞാൻ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് ലോൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ സി ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി ടി എന്നുള്ള ഇക്വേഷനകത്ത് ഡി ക്യുവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഡി യു പ്ലസ് പി ഡി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? സി ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും. ഇനി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് ഡി വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഡി വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സി വി. എന്തുകൊണ്ടാണ് സി വി എന്ന് എഴുതിയത്? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതുകൊണ്ട് നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു? സി വി. അപ്പം അങ്ങനെ എഴുതാം, സി വി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. പി ഡി വി എന്നുള്ള ടേമിൽ ഡി വി 0 ആയിപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ മാത്രമേ ഉള്ളൂ? ഡി യു ടേം മാത്രമേ ഉള്ളൂ. അപ്പം ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇപ്പോൾ ഇവിടെ ഡി യു എന്നുള്ളത് എന്തായി മാറി? ഡോ യു. എന്തുകൊണ്ടാണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് വന്നു അല്ലേ. വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുക? പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ. മാത്സ് പഠിച്ച ഓർമ്മയില്ലേ? അപ്പം മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമുക്ക് അങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ. Molar heat capacity at constant volume of a system is equal to the rate of change of internal energy of the system with respect to temperature at constant volume. അല്ലെങ്കിൽ എന്താ പറയുക? It is the internal energy change of the system for 1 degree rise of temperature at constant volume അല്ലേ. 1 ഡിഗ്രി സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജി ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അങ്ങനെ വേണമെങ്കിലും പറയാം. അതാണത് സി വി. സി വി ഈസ് ഈക്വൽ എന്താണ്? ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. മറന്നുപോയിനി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെന്ത്? സി വി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും, മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്കെന്ത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സി പി. സി പി ഈക്വൽ ടു എന്ത് കിട്ടും? സി പി ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. നേരത്തെ ഇക്വേഷൻ ഓർമ്മയില്ലേ? ക്യൂ ഈസ് ഇതായിരുന്നു, സി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഡി ക്യൂ ബൈ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഡി യു പ്ലസ് പി ഡി വി അല്ലേ. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്തായിട്ട് സി പി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത് അല്ലേ. നമുക്കെന്തറിയാം? H enthalpy H is equal to U plus PV. H is equal to U plus PV. ആ ഇക്വേഷൻ നോക്ക്. H is equal to U plus PV. ഇക്വേഷൻ നമ്പർ 6 കണ്ടില്ലേ? ആ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഒരു ടേമും കൂടി ഉണ്ടാവുമായിരുന്നു. എന്തായിരുന്നു? വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ ടേം 0 ആയിപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതെന്തിന് ഇക്വലൻ്റാ? ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു സി പി. നമുക്കപ്പോൾ എന്ത് എഴുതാം? സി പി ഈസ് ഈക്വൽ ടു
dou H by dou T at constant pressure. Thus, molar heat capacity at constant pressure is equal to എന്താണ്? Is equal to the rate of change of enthalpy of the system with temperature at constant pressure. അല്ലെങ്കിൽ എന്ത് പറയാം? സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ 1 ഡിഗ്രി റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് when the temperature of the system is raised by 1 degree at constant pressure. നമ്മൾ എന്ത് പഠിച്ചു? എന്തെല്ലാം പഠിച്ചു? എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ബൈ 1 ഡിഗ്രി. അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് എങ്ങനെയുള്ള റെപ്രസെൻ്റ് ചെയ്യാം? മോളാർ ഹീറ്റ് കപ്പാസിറ്റി 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ ആണെങ്കിൽ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. 1 ഗ്രാം അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. CV is equal to dou U by dou T at constant volume and CP is equal to dou H by dou T at constant pressure. നമുക്ക് എപ്പോഴും വേണ്ടതാണ്, മറന്നു പോകാതെ കേട്ടോ.